വാർത്തകളിലേക്ക് വിശദമായി. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലാർനോക്ക അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തി. സൈപ്രസ് പ്രസിഡന്റ് നിക്കോസ് ക്രിസ്റ്റഡോലിഡ്സ് പ്രധാനമന്ത്രിക്ക് ഊഷ്മള സ്വീകരണം നൽകി. സൈപ്രസ് പ്രസിഡന്റിന്റെ ക്ഷണപ്രകാരം പ്രധാനമന്ത്രി മോദി നാളെയും മറ്റന്നാളും സൈപ്രസിൽ ഔദ്യോഗിക സന്ദർശനം നടത്തും. സൈപ്രസ് സന്ദർശിക്കുന്ന മൂന്നാമത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. വിവരങ്ങളുമായി ഐസൻ ജോസഫ് ചേരുന്നു. ഐസൻ, പ്രധാനമന്ത്രിക്ക് വിമാനത്താവളത്തിൽ ഊഷ്മള സ്വീകരണമാണ് സൈപ്രസ് നൽകിയത്. സൈപ്രസിൽ പ്രധാനമന്ത്രിക്ക് എന്തൊക്കെ പരിപാടികൾ? പക്ഷേ സൈപ്രസിൽ നിർണായകമായ ഒരു നിരവധി കൂടിക്കാഴ്ചകളാണ് പ്രധാനമന്ത്രിക്കുള്ളത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ അല്പസമയം മുമ്പ് ഏതാണ്ട് ഒരു 10 മിനിറ്റ് മുമ്പാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൈപ്രസിൽ വിമാനമിറങ്ങിയത്. സൈപ്രസിലെ ഈ ത്രിരാഷ്ട്ര സന്ദർശനത്തിൻ്റെ ഭാഗമായുള്ള ആദ്യ രാഷ്ട്ര സന്ദർശനമാണ് സൈപ്രസിൽ നടക്കുന്നത്. സൈപ്രസിലെത്തുന്ന പ്രധാനമന്ത്രി നാളെ വിവിധ ഉന്നതതല യോഗങ്ങളിൽ പങ്കെടുക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. പ്രധാനമായും ഭാരതവും സൈപ്രസുമായി നിലനിൽക്കുന്ന വലിയ ചില ചർച്ചകളും സഹകരണങ്ങളുമുണ്ട്. ഏറ്റവും സുപ്രധാനമായ സഹകരണം എന്ന് പറയുന്നത് ഭാരതത്തിൻ്റെ ഐക്യരാഷ്ട്രസഭ സുരക്ഷാ കൗൺസിലിലേക്കുള്ള UN സുരക്ഷാ കൗൺസിലിലേക്കുള്ള ഭാരതത്തിൻ്റെ അംഗത്വം സംബന്ധിച്ച് മികച്ച പിന്തുണ നൽകുന്ന ഒരു രാജ്യമാണ് സൈപ്രസ്. അത് സംബന്ധിച്ച് കൃത്യമായ ആഗോള തലത്തിൽ ഇടപെടുന്നതിന് പോലും സൈപ്രസ് പല ഘട്ടങ്ങളിലും തയ്യാറാവുകയും പല രാജ്യങ്ങളോട് ആവശ്യപ്പെടുകയും ചെയ്യുന്ന സാഹചര്യം പോലും നേരത്തെ ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള അന്താരാഷ്ട്ര ഫോറങ്ങളിൽ ഭാരതത്തിൻ്റെ സാന്നിധ്യം ഉറപ്പാക്കുക എന്ന കൃത്യമായൊരു നീക്കം സൈപ്രസിനെ സംബന്ധിച്ചിടത്തോളം ഭാരതവുമായി നിലനിൽക്കുന്നുണ്ട്. അത്തരത്തിൽ ഏറ്റവും സുപ്രധാനമായ നിരവധിയായ ചർച്ചകളാണ് സൈപ്രസുമായി നടക്കുക എന്നാണ് അറിയാൻ സാധിക്കുന്നത്. 2002 ശേഷം സൈപ്രസ് സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി കൂടിയാണ് നരേന്ദ്രമോദി. അതുകൊണ്ട് തന്നെ ദീർഘകാലത്തെ നിരവധിയായ കരാറുകളും നിരവധിയായ ധാരണകളും ഒപ്പുവയ്ക്കേണ്ടി വരും. അത്തരത്തിലുള്ള സംവിധാനങ്ങളെല്ലാം തന്നെ ഉണ്ടാകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഏറ്റവും പ്രധാനമായി നോക്കിക്കാണേണ്ടത് നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ സൈപ്രസിൻ്റെ പ്രസിഡന്റ് തന്നെ നേരിട്ടെത്തി അദ്ദേഹത്തെ വിമാനത്താവളത്തിൽ സ്വീകരിച്ചു എന്നതാണ്. ഇത് ഏറ്റവും കൃത്യമായ ഒരു സന്ദേശം തന്നെയാണ്. അത് ഇരു രാജ്യങ്ങളും പരസ്പരം കൈമാറുന്ന ഏറ്റവും സുപ്രധാനമായ സന്ദേശങ്ങളിലൊന്നാണ്. അതായത് തങ്ങളുടെ രാജ്യത്തെത്തുന്ന അതിഥി അല്ലെങ്കിൽ മറ്റൊരു രാജ്യത്തിൻ്റെ തലവൻ ഏറ്റവും സുപ്രധാനമായ വ്യക്തിയാണ്, തങ്ങൾക്ക് VIP ആണ് എന്ന് പ്രസിഡന്റ് തന്നെ നൽകുന്ന ഒരു അന്താരാഷ്ട്ര സന്ദേശത്തിൻ്റെ സൂചന കൂടിയാണ്, നയതന്ത്ര സന്ദേശത്തിൻ്റെ സൂചന കൂടിയാണ് നേരിട്ട് പ്രസിഡന്റ് എത്തുന്ന ഒരു സാഹചര്യം. അത്തരത്തിൽ പ്രസിഡന്റ് തന്നെ നേരിട്ടെത്തി അദ്ദേഹത്തെ സ്വീകരിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രാധാന്യത്തോടെ നോക്കിക്കാണേണ്ട ഒരു ഘടകം എന്നതും ഒരു പ്രധാന വസ്തുതയാണ്. പക്ഷേ ഏറ്റവും ഗൗരവത്തോടെ ഇന്ന് അന്താരാഷ്ട്ര സമൂഹം ചർച്ച ചെയ്യുന്നത് നേരത്തെ തന്നെ, അതായത് പ്രധാനമന്ത്രി ഏപ്രിൽ 22 നടക്കുന്ന പെഹൽഗാം ആക്രമണം ഉണ്ടായ ഒരു സാഹചര്യത്തിൽ പ്രധാനമന്ത്രി വെട്ടിച്ചുരുക്കിയ വിദേശ യാത്രകളിൽ ഒന്നായിരുന്നു സൈപ്രസ് സന്ദർശനം. ഈ സൈപ്രസ് സന്ദർശനം അന്ന് നടക്കാതിരുന്ന സൈപ്രസ് സന്ദർശനം ഇന്ന് നടക്കുമ്പോൾ മറ്റൊരു രാഷ്ട്രീയ കാലാവസ്ഥയും മറ്റൊരു അന്താരാഷ്ട്ര രാഷ്ട്രീയ കാലാവസ്ഥയും നിലനിൽക്കുന്നു എന്നതാണ് ഏറെ പ്രാധാന്യത്തോടെ നോക്കിക്കാണേണ്ടത്. അതായത് നമുക്കറിയാവുന്നതാണ്, തുർക്കി പാകിസ്ഥാന് ഡ്രോണുകൾ നൽകിയതും ആ ഡ്രോണുകളെല്ലാം തന്നെ ഭാരതത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ തുർക്കി ഓപ്പറേഷൻ സിന്ദൂർ കാലഘട്ടത്തിൽ പാകിസ്ഥാൻ പ്രയോഗിക്കുകയും ചെയ്തത്. അത്തരത്തിലുള്ള വലിയ സംഘർഷങ്ങൾ പാകിസ്ഥാനുമായി ഇവരുടെ ബന്ധം കാരണം, അതായത് തുർക്കിയുമായുള്ള ബന്ധം കാരണം ഭാരതത്തിനുണ്ട്. മാത്രമല്ല സെലബിയുടെ വിവരങ്ങളും അതുപോലെ തന്നെ എയർ ട്രാഫിക് കൺട്രോളിലെ സിവിൽ ഏവിയേഷൻ സംവിധാനങ്ങളിലെ സെലബിയുടെ സാന്നിധ്യം ഒഴിവാക്കുന്ന ഉൾപ്പെടെ അങ്ങനെ വലിയ രീതിയിലുള്ള സംഘർഷങ്ങൾ ഇരു രാജ്യങ്ങളും തുർക്കിയും ഭാരതവും തമ്മിൽ നിലനിൽക്കുന്നുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് സൈപ്രസ് സന്ദർശിക്കുന്നത്. കാലങ്ങളായി സൈപ്രസ് തുർക്കിയുമായി തർക്കത്തിലേർപ്പെടുന്ന ഒരു രാജ്യമാണ്. 1974 മുതൽ ഈസ്റ്റേൺ മെഡിറ്ററേനിയനിലെ എണ്ണ ഖനനവുമായി ബന്ധപ്പെട്ട് പല സംഘർഷങ്ങളും നിലനിൽക്കുന്നുണ്ട്. ഇരു രാജ്യങ്ങളും തമ്മിൽ സംഘർഷങ്ങൾ എന്നാൽ ആശയപരമായതും കരാറുകൾ പ്രകാരമുള്ള തർക്കങ്ങളും എല്ലാം നിലനിൽക്കുമ്പോൾ ഈ പ്രശ്നം പരിഹരിക്കുന്നതിനെ സൈപ്രസിനോടൊപ്പം നിന്ന ഒരു രാജ്യമാണ് ഭാരതം. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ തുർക്കിക്കെതിരായൊരു നിലപാട് എടുത്ത ഒരു രാജ്യത്തിന് പിന്തുണ നൽകുക എന്ന ലക്ഷ്യത്തോടെ തുർക്കിയുടെ പിന്തുണയോടെ ഭാരതത്തിനെതിരെ നടന്ന ആക്രമണത്തിന് പിന്നാലെ പ്രധാനമന്ത്രി എത്തുന്നു എന്നത് വലിയൊരു സന്ദേശമായി തന്നെ ആഗോള സമൂഹം നോക്കിക്കാണുകയും ചെയ്യുന്നുണ്ട്. ഇതിന് ശേഷമായിരിക്കും സൈപ്രസിലെ സന്ദർശനത്തിന് ശേഷമായിരിക്കും G7 സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിനെ കാനഡയിൽ ചെല്ലുക. കാനഡയിലാണ് G7 സമ്മേളനം നടക്കുന്നത്. G7 സമ്മേളനത്തിന് ഇത്തവണ ക്ഷണിക്കപ്പെട്ടിട്ടില്ല ഭാരതമെന്ന രീതിയിലുള്ള ചില പ്രചരണങ്ങളെല്ലാം തന്നെ ഭാരതത്തിൽ ശക്തമായി നടക്കുകയും ജയറാം രമേശ് ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ അക്കാര്യം വലിയ തോതിൽ പ്രചരണം നടത്തുകയും ചെയ്തതിന് തൊട്ടു പിന്നാലെയാണ് മാർക്ക് കാർണി, അതായത് കാനഡയുടെ പ്രധാനമന്ത്രി G7 രാജ്യങ്ങളുടെ G7 ഗ്രൂപ്പിൻ്റെ ഇത്തവണത്തെ G7 സമ്മേളനത്തിന് ആതിഥ്യമരുളുന്ന രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി കൂടിയായ അദ്ദേഹം നമ്മുടെ പ്രധാനമന്ത്രി
ക്ഷമിക്കണം, നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ക്ഷണിക്കുകയും നരേന്ദ്രമോദിയെ ക്ഷണിച്ചതിന് പിന്നാലെ ഈ പ്രശ്നങ്ങൾ ഈ പരിഹാസങ്ങളെല്ലാം നിർത്തിവെക്കേണ്ട ഒരു സാഹചര്യം അല്ലെങ്കിൽ മാറിപ്പോകുന്നൊരു സാഹചര്യം കൂടി ഉണ്ടായി. അത്തരത്തിൽ ഒരു നിർണായകമായൊരു ഘട്ടം കൂടിയാണ് G7 സമ്മേളനത്തിൻ്റെ ഭാഗമായി ഉണ്ടാകുന്നത്. G7 സമ്മേളനത്തിൽ ഏറ്റവും സുപ്രധാനമായി എടുത്തു പറയേണ്ടത് മാർക്ക് കാർണി പറഞ്ഞ വാക്കുകൾ തന്നെയാണ്. അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകുന്ന രാജ്യം ലോകത്ത് ഏറ്റവും ശക്തമായി വളരുന്ന ഒരു സമ്പദ് വ്യവസ്ഥയാണ്, നാലാമത് നിൽക്കുന്ന സമ്പദ് വ്യവസ്ഥയാണ്. ആ സമ്പദ് വ്യവസ്ഥയുമായി മികച്ച സഹകരണം ഉറപ്പാക്കുന്നതിന് G7 സമ്മേളനത്തിൽ ഒരു സീറ്റ് ഭാരതത്തിനുണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല എന്നും 2019 മുതൽ തുടരുന്ന ആ ശൈലി, അതായത് 2019 മുതൽ G7 രാജ്യങ്ങളുടെ സമ്മേളനത്തിൽ ഭാരതം എത്തുന്നുണ്ട്, ആ രീതി തുടരുമെന്നും മാർക്ക് കാർണി അറിയിക്കുകയും ചെയ്തിരുന്നു. ഇതിനുശേഷമാണ് ക്രൊയേഷ്യൻ സന്ദർശനം നടക്കുക. ക്രൊയേഷ്യൻ സന്ദർശനത്തിന് ശേഷമായിരിക്കും ഈ ത്രിരാഷ്ട്ര സന്ദർശനം അവസാനിക്കുകയും ചെയ്യുക. ശരി, ത്രിരാഷ്ട്ര സന്ദർശനത്തിൻ്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൈപ്രസിലെത്തി. അവിടെ ഊഷ്മള സ്വീകരണമാണ് പ്രധാനമന്ത്രിക്ക് ലഭിച്ചത്. G7 ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ കാനഡയിലേക്ക് പോകും, അവിടുന്ന് ക്രൊയേഷ്യയിലേക്കും. വിവരങ്ങൾ നൽകുകയായിരുന്നു ഐസൻ ജോസ്.